നിശ്ചയമായും അതൊരു ജനപ്രിയ പ്രഖ്യാപനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? 2024 തന്നെ നമ്മൾ ഈ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. പക്ഷെ അന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകാതിരുന്നൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അയോധ്യയിൽ രാമക്ഷേത്രം അടക്കമുള്ള നിർമ്മാണം, അതിന്റെ ഉദ്ഘാടനം, യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ അങ്ങനെയൊക്കെ രാജ്യത്ത് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം തങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് കരുതിയ മോദി സർക്കാർ അന്ന് ആ പ്രഖ്യാപനം നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് RSS വളരെ ശക്തമായിട്ട് ഒരു സർവേ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ സർവേയിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം മോദി സർക്കാരിന് ജനപ്രിയത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കഴിച്ചിട്ട് തിരിച്ചാ പിന്നെ നിർത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ആ ജനപ്രിയത വർദ്ധിപ്പിക്കുക എന്നുള്ളത് മോഡി സർക്കാരിനോടുള്ള RSSന്റെ നിർദ്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം, ഈ മധ്യവർഗത്തെ കൂട്ടത്തിൽ നിർത്താൻ കഴിയുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക കരുതലുണ്ട് ബജറ്റിൽ. ക്യാൻസർ കെയർ ബജറ്റ് എന്ന വിശേഷണം ഇതിനോടകം വന്നു കഴിഞ്ഞു. 36 ജീവൻ രക്ഷാ മരുന്നുകൾ കസ്റ്റംസ് നികുതിയില്ല. 37 ഇനം മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. മാവ് കിട്ട പേശി പേശി അടിച്ചിട്ട്